എംബ്ലം വെക്കുമെന്നതിൽ തെറ്റില്ല എന്നാണ്. ഞാൻ രണ്ട് കാര്യങ്ങൾ ചോദിക്കാം. ഈ മൂരികളോട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാറുണ്ട്. എങ്കിലും പറഞ്ഞു വെക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടായാലോ. മലയാളികളുടെ അഭിമാനം വിൽക്കരുതേ. മലയാളികൾ വളരെയധികം അഭിമാനമുള്ളവരാണ്, അഭിമാനികളാണ്. എന്തൊക്കെ തന്നെ ജീവിതത്തിൽ കഷ്ടം വന്നാലും ഇരക്കാൻ ഇറങ്ങുക എന്ന് പറയുന്ന പരിപാടി, ആ ഒരു പരിപാടിക്ക് നിൽക്കാത്ത ആളുകളാണ് മലയാളികൾ. അത്രയേറെ ബുദ്ധിമുട്ട് വേണ്ടി വന്നാൽ ചിലപ്പോൾ അവരണ്ട് മരിച്ചു കളയും, അവരങ്ങ് ചത്തുകളയും. അത്രയ്ക്കധികം ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഒരു ടീമിന്റെ പേരാണ് മലയാളികൾ. ഒരുപക്ഷെ അത്രയേറെ പണം ബാങ്ക് അക്കൗണ്ടിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ട് നടക്കുന്ന KM ഷാജിയെ പോലെ ആളുകൾക്ക് കാര്യം മനസ്സിലാവില്ല. മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? PMAY എന്ന് പറയുന്ന ആ ഒരു പദ്ധതി പ്രകാരം വീട് വെക്കുക ലൈഫ് മിഷൻ ഭവന പദ്ധതി എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഒരു 2 ഭാഗം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം തുക കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. സിംപിളി പറഞ്ഞുതരാം. 100 റുപ്യാണ് മൊത്തം വീട് വെക്കാനുള്ളതെങ്കിൽ 10 റുപ്യ കേന്ദ്ര ഗവൺമെന്റ് തരും. ബാക്കി 90 രൂപ എടുക്കേണ്ടത് നമ്മുടെ കേരള ഗവൺമെന്റാ. ഇങ്ങനെയുള്ള വീട് പദ്ധതിക്ക് പണം 10 രൂപ കേന്ദ്ര ഗവൺമെന്റ് തരുമ്പോൾ അവർ പറയുന്ന ഇതിന്റെ താഴത്ത് കണ്ട ഈ എംബ്ലം ഇല്ലേ സുഹൃത്തുക്കളെ, ഈ എംബ്ലം വെക്കണമെന്നാണ് ആര് പറയുന്നേ? നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ പിണറായി വിജയൻ ഗവൺമെന്റ് പറഞ്ഞു ആ ഒരു എംബ്ലം വീടിന്റെ മുമ്പിൽ ഇങ്ങനെ പതിപ്പിക്കുക എന്ന് പറഞ്ഞ പരിപാടിയില്ലേ, അത് മനുഷ്യന്റെ ആത്മാഭിമാനം പണം വയ്ക്കുന്ന പരിപാടിയാണ്, ഞങ്ങൾ അത് ചെയ്യില്ല, അതില്ലാത്ത രീതിയിലുള്ള പൈസ ഞങ്ങൾക്ക് മതി. ഇനിയിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല എങ്ങനെയാണ് ഈ എംബ്ലം വെക്കുകയെന്ന്. ഞാന് ഇതേ പദ്ധതി പ്രകാരം ഉത്തരേന്ത്യയിൽ കുറച്ച് വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ വീടുകളെ മുമ്പിലൊക്കെയുള്ള എംബ്ലം അതൊന്ന് കാണിച്ചു തരാം. ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് ഉത്തരം തന്നാൽ മതി. എന്റെ നെഞ്ചത്തേക്ക് കയറണ്ട. എന്നെ തെറി വിളിക്കുന്നതിന് മുമ്പ് ഞാൻ KM ഷാജിക്കും VD സതീശിനെതിരൊക്കെ അവർക്കെതിരെയല്ല, അവർ പറയുന്ന നയത്തിന്, അവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ വഷള ആശയങ്ങൾക്കെതിരെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്റെ നെഞ്ചത്തേക്ക് കയറാൻ നിൽക്കുന്ന ആളുകളോടാണ്. നിങ്ങൾ ആരെങ്കിലും ഇനി ഞാൻ കാണിച്ചു തരുന്ന പോലുള്ള എംബ്ലം നിങ്ങൾക്ക് അങ്ങനത്തെ വീട് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇങ്ങനത്തെ എംബ്ലം നിങ്ങൾ ആരെങ്കിലും വീടിന്റെ മുൻവശത്ത് വെക്കുമോ, അത് പതിക്കുമോ? നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളെ സുഹൃത്തുക്കള്, നിങ്ങളെ മക്കളുടെ സുഹൃത്തുക്കള്, നിങ്ങളുടെ ബന്ധുക്കള്, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ ദാനം കിട്ടിയ വീടാണെന്ന് ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ എംബ്ലം വെക്കുന്നത് ശരിയാണോ? അങ്ങനെ വെക്കേണ്ടതുണ്ടോ? നമ്മളെല്ലാം ഈ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളല്ലേ. ഏത് പദ്ധതി പ്രകാരം കിട്ടിയ വീടാണെങ്കിലും അത് ആ പദ്ധതി പ്രകാരം കിട്ടിയ വീടാണെന്ന് രേഖകളിൽ ഉണ്ടല്ലോ, അത് പോരെ. അതല്ലാതെ അത് വീടിന്റെ മുമ്പാരത്ത് തന്നെ ഇങ്ങനെ പതിച്ചു വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തരം മോശപ്പെട്ട പരിപാടിയാണ്. അപ്പൊ നമ്മളെന്ത് ഇവരൊക്കെ അടിമകളോ? എന്തായാലും KM ഷാജി പറയുന്നത് ആ എംബ്ലം വെക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നാണ്. എന്തുകൊണ്ട് KM ഷാജിക്ക് അത് പ്രശ്നമല്ല? കൃത്യമായിട്ടുള്ള ഉത്തരം എന്റെ കയ്യിലുണ്ട്. ആദ്യം ഉത്തരേന്ത്യയിൽ എംബ്ലം വെച്ച ചില വീടുകൾ കാണൂ നിങ്ങൾ. ഇതാ ഒരു വീടാണിത്. ഇതേപോലെ നോക്കൂ, ആ ഒരു പെയിന്റ് അടിച്ചതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കി കാണാം. ഈ ഒരു ഭാഗത്താണ് ആ ഒരു എംബ്ലം കിടക്കുന്നത്. കണ്ടില്ലേ? ഇതാണ് ആ എംബ്ലം. എനിക്ക് സൂം ചെയ്യാൻ പറ്റുന്നില്ല. ശരി, ഇതാണ് ആ എംബ്ലം. കണ്ടില്ല മഞ്ഞയില്? ഇനി ഇതല്ല, വേറൊരു വീട് നോക്കൂ. ഇതിൽ എന്തൊക്കെ എംബ്ലമാണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ആ വീട് മുഴുവൻ എംബ്ലമാണ്. തൊട്ടുമേലെ എന്താ സേവ് ഗേൾ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് എംബ്ലം, PMAYയുടെ ചിത്രമടക്കം സഹിതം അല്ലെ ബാലവാടിക്ക് പോയ മാതിരിയാണ് എംബ്ലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത്. ഇതൊരു മനുഷ്യൻ താമസിക്കുന്ന വീടാണ്. എനിക്ക് ഗവൺമെന്റ് ദാനം കിട്ടിയ വീട്ടിലാണേ ഞാൻ താമസിക്കുക, ഞാൻ ദരിദ്രനാണേ എന്ന് ജനങ്ങൾ ഇവരത് ചെയ്തു പോവും. അവർക്കതല്ലാതെ വേറെ വഴിയില്ലാത്തോണ്ടാ. അടുത്തതാ എംബ്ലം കണ്ടില്ലേ? 2 വീടുകൾ. ഒരു വീടുകളിന്റെ ഇവിടെ മൊത്തമായിട്ടാണ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് ഇതാ കണ്ടില്ലേ? ഇത് ബാലവാടിയാണോ വീടാണോ ഒരു പിടുത്തമില്ല കുട്ടികളെ, സുഹൃത്തുക്കളെ. ഇനി അടുത്തത് വീടിന്റെ മേൾഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നു വല്ല ഗവൺമെന്റ് ഓഫീസുമാതിരി. നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെന്റ് പഞ്ചായത്ത് ഓഫീസിന്റെ മറ്റു മേലൊക്കെ ഇങ്ങനത്തെ എഴുത്തുകളൊക്കെ കാണാം അല്ലേ? അതേപോലെ എഴുതി വെച്ചിരിക്കുന്നു. ഇതാ അടുത്ത വീടിന് ഇതാ എഴുതി വെച്ചിരിക്കുന്നു. ഇതാ അടുത്ത വീടിനും ഇതാ എഴുതി വെച്ചിരിക്കുന്നു. ചിത്രമൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ, ചിത്രമൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാ അടുത്ത വീടിനും 2 വീടിനുണ്ട്. എന്റെ സുഹൃത്തുക്കളെ, ഈ പറയുന്ന KM ഷാജിയുടെ വീടിന്റെ പുറത്ത് ഇതുണ്ടോ? ഉണ്ടോ? ഇനി KM ഷാജിക്ക് ഇങ്ങനത്തെ വീട് കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു എംബ്ലം വെക്കുന്നതിൽ മൂപ്പർക്കൊരു ആത്മാഭിമാന ക്ഷതവുമില്ല.
എന്നാൽ നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞിരുന്നു ഈ പരിപാടി നമുക്ക് വേണ്ട. ഈ ലൈഫിന്റെ ഭാഗമായിട്ട് അതില് ഏറിയ തോതിൽ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നത് 1500 രൂപയാന്ന് തോന്നുന്നു. അപ്പൊ അതിനകത്ത് 2500 രൂപ അല്ല 1,50,000 രൂപ 2,50,000 കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ്. ആ ഭാഗം അവര് പറഞ്ഞത് നിങ്ങളൊരു ലോഗോ വെക്കണം. ആ ലോഗോയിൽ ഫോട്ടോ കാര്യമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല. ഞങ്ങളിപ്പോ അന്ന് ഈ 4.5 ലക്ഷത്തിലധികം ഒന്നും ആയിട്ടില്ല വീട്. കണ്ടില്ലേ, ഇത് കൃത്യമാണെന്നേ. അന്ന് പിണറായി വിജയൻ പറഞ്ഞു ഈ പരിപാടി പറ്റില്ല, ഞങ്ങൾ മലയാളികളുടെ ആത്മാഭിമാനം പണയം വെക്കില്ല. എന്നാൽ ഇപ്പൊ കേറിയിട്ടുള്ള VD സതീശ മേനോൻ ഗവൺമെന്റിലെ മന്ത്രിയായിട്ടുള്ള KM ഷാജി, മുസ്ലിം ലീഗുകാരനായിട്ടുള്ള ഈ മനുഷ്യൻ പറയുന്നത് അതിലൊരു നാണക്കേടും വിചാരിക്കേണ്ട എന്നാണ്. നമ്മുടെ മാനക്കേട്, ഓരോരുത്തരും പേഴ്സണലായിട്ട് നാണക്കേടും മാനക്കേടും തീരുമാനിക്കുന്നത് ഇവരാണോ, ഈ മന്ത്രിമാരാണോ? ആണോ? അല്ല. എന്തുകൊണ്ട് ഞങ്ങൾക്കിത് നടക്കില്ല, ഞങ്ങൾക്കിത് ചെയ്യില്ല എന്ന് അഭിമാനപൂർവ്വം പിണറായി വിജയനെ പോലെ ആ BJP-ക്കാരെ മുഖത്ത് നോക്കി പറയാൻ ഇവർക്കൊന്നും നട്ടലില്ലാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനത്തെ ഒരു ആർജവമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഇതല്ലേ നമ്മൾ ചോദിക്കേണ്ടത്. പറയുന്നത് കേൾക്കൂ. ഞാൻ പറഞ്ഞത് എംബ്ലം വെക്കണം എന്നാണ്. എംബ്ലം വെക്കുമെന്നതിൽ തെറ്റില്ല എന്നാണ്. ഞാൻ 2 കാര്യങ്ങളോട് ചോദിക്കാം. ഈ അതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ചാനലുകളിൽ നിന്ന് വന്നിട്ടുള്ള കമന്റ്സുകളുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ 5 ലക്ഷം വീട് കൊടുത്തു എന്നുള്ള കണക്കാണ് നിയമസഭയിൽ കൊടുത്തത്. 5 ലക്ഷം. കണ്ടില്ലേ, 5 ലക്ഷം വീട് കൊടുത്തു എന്നുള്ള കണക്കാണ്. 5 ലക്ഷം വീടുകൾ സുഹൃത്തുക്കളെ, 5 ലക്ഷം. 5000 അല്ല, 500 അല്ല. കോൺഗ്രസ് വയനാടുകാർക്ക് കൊടുക്കാന്ന് പറഞ്ഞ 100 വീട് പോലുമല്ല. 5 ലക്ഷം വീടുകളാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ പണി തീർത്ത് കൊടുത്തിട്ടുള്ളത്. ലൈഫ് പദ്ധതി പ്രകാരം നാട്ടുകാർക്ക് കൊടുത്തിട്ടുള്ളത് 5 ലക്ഷം വീടുകൾ. ലീഗുകാരെ വായിൽ നിന്ന് തന്നെ ഇത്രമേലെ യാഥാർത്ഥ്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞല്ലോ. നല്ല കാര്യം, ഇനിയും കേൾക്കണം കേട്ടോ. ഈ 5 ലക്ഷം വീടുകളിൽ ഏകദേശം 1,60,000 വീടുകൾ ലൈഫ് മിഷൻ കൊടുത്തിരിക്കുന്നത് PMAയുടെ വീടുകളാണ്. 1,60,000. അത് അർബൻ മേഖലയിൽ കൊടുത്ത 1,28,000 ആണ്. അതേസമയത്ത് റൂറലിൽ കൊടുത്തിരിക്കുന്നത് 36,000 വീടുകളാണ്. ഈ വീടുകൾക്ക് മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് കൊടുത്തിരിക്കുന്ന PMI വീട് എന്ന് മാത്രമല്ല, ആ വീടുകളിൽ എന്തുണ്ട്? എംബ്ലം ഉണ്ട് മാത്രമല്ല. ഇത് എന്ത് ചെയ്യും? ഇത്ര നുണകളൊക്കെ പൊളിച്ചടക്കാൻ ഇനി വളരെ നിമിഷങ്ങളെ വേണ്ടി വരുള്ളൂ. കാരണം അത്തരം വീടുകളൊക്കെ ചിത്രമൊക്കെ നമ്മൾ ഇനി കാണേണ്ടിയിരിക്കുന്നു, നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. വരും സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിന്റെ അടക്കമുള്ള നുണകളൊക്കെ പൊളിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ വരാൻ വേണ്ടി ഞാൻ അടക്കം കാത്തിരിക്കുകയാണ്. എന്തായാലും അടുത്ത് കാണാം. കുടുംബശ്രീയുടെ 2004-11-2023 സർക്കുലറാണ്, ഒഫീഷ്യൽ സർക്കുലറാണ്. ഈ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? നിങ്ങൾക്ക് നിർബന്ധമായും അവിടെ വീടുകളിൽ ഗുണഭോക്താവിന്റെ വിവരങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന്. പദ്ധതി പ്രകാരം നിർമ്മിച്ച മുഴുവൻ വീടുകളിലും ഇതേ മാതൃകയിൽ അവസാന ഗഡു നൽകുന്നതിന് മുമ്പ് നൽകുന്ന ലോഗോ, ഗുണഭോക്താവിന്റെ വിവരങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കേണ്ടതാണ്. 2023 ഞങ്ങളല്ലല്ലോ ഉള്ളത്. രണ്ടാമത് ഈ പറഞ്ഞ ലോഗോ എന്ന് പറയുന്നത് ഇതാണ് ലോഗോ. ഈ ലോഗോയുടെ പുറത്ത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെയോ ഫോട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയണ ഞാൻ ചെയ്യും. ഇതുവരെ പ്രദർശിപ്പിച്ചതിൽ 1,00,000 ചില്ലാനം വീടുകൾ സർക്കാർ വെച്ചു. സർക്കാർ എന്തുകൊണ്ടാണ് ഈ PMAY കരാറിൽ നിന്ന് പുറകോട്ട് പോയത് അറിയോ? വളരെ കൃത്യമാണ്. പുറകോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സർക്കാരിന് സ്റ്റേറ്റ് വിഹിതം കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. ആ സ്റ്റേറ്റ് വിഹിതം കൊടുത്തു തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ 5 ലക്ഷം വീടുകൾ കൊടുത്തത്. താങ്കൾ തന്നെ തൊട്ടുമുമ്പ് പറഞ്ഞത് 5 ലക്ഷം. ഇതുവരെ നിങ്ങൾ സംസാരിച്ചത് 1.5 ലക്ഷം വീടിനെ കുറിച്ചിട്ടാണ്. ആ 1.5 ലക്ഷം വീട് മാത്രമാണ് PMAY വഴി കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് മുഴുവൻ കേരള ഗവൺമെന്റ് ആണ് നിർമ്മിച്ചു കൊടുത്തതെന്ന് താങ്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും അതിനിടയ്ക്ക് തൊട്ടുമ്പ് പറഞ്ഞ സത്യങ്ങളൊക്കെ അങ്ങോട്ട് മറന്നു കളഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തന്നെ പറഞ്ഞ വാക്കുകളോടെ എടുക്കുന്നുണ്ടെന്നേ. അപ്പോ ഇപ്പോഴും പച്ച നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരല്പസ്വല്പൊക്കെ അന്തസ്സുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് ഞങ്ങൾ നിൽക്കില്ല. ഞങ്ങൾ ലൈഫ് പദ്ധതി പ്രകാരം നിങ്ങൾ 1.5 ലക്ഷം ഉലുവ വേണ്ട, അതുകൂടി ഞങ്ങൾ ചേർത്തിട്ട് ഞങ്ങൾ നാട്ടുകാർക്ക് വീട് വെച്ച് കൊടുത്തോളാം എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയാത്തെന്താ? അത് കഴിയില്ല. ആ 100 വീട് വയനാട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഇപ്പോഴും കൊടുത്തിട്ടില്ല കേട്ടോ. മുസ്ലിം ലീഗുകാരല്ലേ കേട്ടോ, കോൺഗ്രസ്സുകാര് ഇപ്പൊ അതിന്റെ ഭാഗമല്ലേ. അപ്പൊ പിന്നെ
കഴിയില്ല എന്നുള്ളത് ഇവർക്ക് യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ലൈഫ് പദ്ധതിയുടെ വീടും നിൽക്കാൻ പോകുന്നു എന്നർത്ഥം. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. മൂഞ്ചിക്കോളി എന്നൊക്കെ വാക്കുകളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊരു മോശം വാക്കാണെന്ന് ചില ആളുകാരൊക്കെ പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ചിലയിടത്തൊക്കെ മൂഞ്ചുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശം ഒരു അർത്ഥമാണത്രേ. അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ താഴത്തുനിന്ന് എഴുതി വെക്കണം എന്താണ് മീനിങ് എന്നുള്ളത്. എന്തായാലും എന്തുകൊണ്ടാണ് KM ഷാജിക്ക് ഇങ്ങനെ ഒരു ആത്മാഭിമാന ക്ഷതവുമില്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് നിങ്ങൾക്കറിയോ? വേണമെങ്കിൽ അതിന്റെ ഒരു തെളിവ് ഞാൻ തരാം. ഇതുകൊണ്ടാണ്. KM ഷാജിയുടെ നെറ്റ് വർത്ത് ഞാൻ നോക്കുകയായിരുന്നു. ഇനി ഞാനിപ്പോ പെട്ടെന്ന് നോക്കിയപ്പോൾ മൈ നേത എന്ന് പറയുന്ന സൈറ്റിലാണ് ഞാനിത് കണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഇനി കണക്കിൽ വ്യത്യാസമുണ്ടെങ്കിൽ KM ഷാജിക്ക് എന്നെ തിരുത്താം കേട്ടോ. ഞാൻ അത് ക്ഷമാപൂർവ്വം പിൻവലിക്കുകയും ചെയ്യും. 3,81,93,491. ഇത് വായിക്കുമ്പോൾ പ്രശ്നമാണ്. സുഹൃത്തുക്കളെ, 3 കോടി നിങ്ങളുടെയൊക്കെ അക്കൗണ്ടിൽ എത്രയുണ്ട്? എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളുടെയും സാമൂഹ്യ പ്രവർത്തകര അല്ലെങ്കിൽ എന്റെ പ്രിയ സുഹൃത്തുക്കള് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ എത്ര ഉറുപ്പ് ഇപ്പുണ്ട്? ഇപ്പോ ചുമ്മാ ഒന്ന് കമന്റ് അടിക്കാവോ? എനിക്ക് ഉറപ്പുണ്ട് 3 കോടി എന്തായാലും ഉണ്ടാവില്ല. 3 കോടി സമ്പത്ത് കയ്യിലുള്ള ഒരാൾക്ക് മറ്റുള്ളവരുടെ അഭിമാനക്ഷതത്തെ പറ്റിയിട്ട് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. എന്നാൽ അതേസമയം നമ്മുടെ നാട്ടില് തെരുവുകളിൽ സമരം ചെയ്തും മറ്റൊക്കെ ഉയർന്നു വന്ന തെങ്ങേറ്റക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന്റെ മകന് നാട്ടുകാർ അഭിമാനത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞേ ഞങ്ങൾ എംബ്ലം വെക്കില്ല. പക്ഷെ ഇവർ പറയും, കാരണം ഇവരെ കയ്യിൽ പണത്തിൽ ജീവിച്ച ആളുകളാ. ഇവർക്ക് പാവപ്പെട്ടവരുടെ വേദന, മാനസിക വ്യത മനസ്സിലാവില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. സതീശ മേനോനും പിണറായി വിജയൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? മനസ്സിലാക്കണം കേട്ടോ. പതുക്കെ പതുക്കെ പതുക്കെങ്കിലും മനസ്സിലായാൽ മതി. ശരി, മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിയമസഭയിൽ പോയി നമ്മൾ ആകാശത്തേക്ക് കയറിപ്പോവും. തീയതിയൊക്കെ മാറിപ്പോയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇതാണ് അദ്ദേഹത്തിന്റെ നെറ്റ് വർത്ത് എന്നാണ് പറയപ്പെടുന്നത്. 1 രൂപയുടെ കടമില്ലത്രേ. 5400 സ്ക്വയർ ഫീറ്റിന്റെ വലുപ്പത്തിൽ 1,62,00,000 രൂപയ്ക്ക് ലോൺ എടുക്കാത്ത വീട് വെച്ചു എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒന്ന്, കേരളത്തിലെ 4 ലക്ഷത്തിന് വേണ്ടി നിൽക്കുന്ന ഈ ലൈഫ് മിഷന്റെ ഭാഗമായി വീട് വാങ്ങുന്ന സാധാരണക്കായ മനുഷ്യർക്കുണ്ട്. അവർക്കുള്ളതിന്റെ പേരാണ് ആത്മാഭിമാനം. ഈ PMAY നമുക്ക് കിട്ടാത്തതിന്റെ കാരണം എന്താ? നമ്മളൊരു തീരുമാനമെടുത്തു. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ ഒന്ന് ഉദ്ധരിക്കാം. പ്രിയപ്പെട്ടവരെ, ആ വീട് അവരുടേതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ലെന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി എങ്ങനെയുണ്ട്? ആ വീട് അവരുടേതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതൊന്നും അവരുടെ മുൻവശത്ത്, വീടിന്റെ മുൻവശത്ത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഞങ്ങളുടെ തീരുമാനം. ഞാൻ ഒരു നിമിഷം പിണറായി വിജയൻ ആവാൻ നോക്കിയതാ, നടക്കൂലെങ്കിലും ആ വാക്കുകൾ അതായിരുന്നു സുഹൃത്തുക്കളെ. ആ വാക്കാണോ KM ഷാജിയുടെ വായിൽ നിങ്ങൾ കേൾക്കുന്നത്? അത്തരമൊരു എംബ്ലം പതിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല എന്നാണ് KM ഷാജി പറയുന്നത്. ഞമ്മക്കൊരു പ്രശ്നമില്ല. കാരണം 3 നേരം കോഴി ബിരിയാണിയും മട്ടൻ ബിരിയാണിയും പോത്ത് ബിരിയാണിയും തിന്നാൻ വാങ്ങുള്ള ആളുകൾക്ക് മറ്റുള്ളൊരു ആത്മാഭിമാനത്തെ കുറിച്ചിട്ട് യാതൊരു വേവലാതി ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. യാതൊരു വേവലാതി ഉണ്ടാവില്ല. ഈ VD സതീശൻ സർക്കാരിലെ തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന KM ഷാജി മന്ത്രിയുടെ വാക്കുകൾ കോട്ട് ചെയ്യാം. കേന്ദ്രവുമായി അൺഹെൽത്തി ഡിബേറ്റിന് ഞങ്ങളില്ല. ഈ വ്യത്യാസമാണ് LDF-ൽ നിന്നും UDF-ലേക്ക്. സർ, ലൈഫ് മിഷനിൽ അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയുമായി ബന്ധപ്പെട്ടൊക്കെ വീടിന് അപേക്ഷിക്കുന്ന മനുഷ്യർക്ക് ഒരു പക്ഷേ ആയിരങ്ങളുടെ കടമേ ഉണ്ടാകുള്ളൂ, പക്ഷെ അതിന് ലക്ഷങ്ങളുടെ വിലയുണ്ടാകും. അവരുടെ അഭിമാനത്തിന് വില പറയാൻ കഴിയുന്നതായിരിക്കും ഓരോ കൈവായ്പയും എന്നത് നമ്മൾ കണക്ക് കൂട്ടേണ്ടതുണ്ട്. അവന്റെ വീടിന് മുന്നിലാണ് അറക്കാൻ പോകുന്ന മാടിന്റെ പുറത്ത് കുത്തിവെക്കുന്ന പോലത്തെ ചാപ്പ കുത്തിവെക്കുന്നത്. ഇത് സൗജന്യം കിട്ടിയതാണ് എന്ന് വിളിച്ചു പറയുന്നത്. അവന്റെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്നൊരു കൂട്ടുകാരെ വിളിച്ചു കൊണ്ടുവരുമ്പോൾ അതിന് മുന്നിൽ ഈ ചാപ്പയുണ്ടാകും എന്നതൊരു പ്രശ്നമാണ്. വീട്ടിലേക്ക് വിവാഹാലോചനയ്ക്ക് വരുന്ന ആളുകൾക്ക് മുന്നിൽ അവരെ ക്ഷണിക്കാൻ ഈ ചാപ്പയുണ്ടാകും എന്നത് പ്രശ്നമാണ്. അപ്പോ ഇല്ലാത്തവന്റെ ബുദ്ധിമുട്ടുകൾ, കോടികളുടെ ആസ്തി ഉണ്ടാവുകയും ഒരു കടവും 1 രൂപയുടെ കടവും ഇല്ലാത്തവർക്ക് മനസ്സിലാകണമെന്നില്ല. അവിടെയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അവരുടെ വീടാണ്. KM ഷാജിയുടെ നെറ്റ്വർക്ക് പോരെ, ഇതൊക്കെ പോരെ? മാധുവിന്റെയും ഒപ്പം തന്നെ അരുൺകുമാറിന്റെയും ഈ ഒരു വാക്കുകൾ പോരെ? എന്തുകൊണ്ടാണ് ഇവിടെ പിണറായി വിജയൻ 3.0 തന്നെ വരണമായിരുന്നു എന്ന തോന്നലിലേക്ക് ഞാനൊക്കെ എത്താനുള്ള കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മലയാളികളുടെ അഭിമാനവും വിക്കും, നാണവും മാനവും ഇല്ലാതെ. ബൈ.